കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. നല്ല സന്തോഷമാണ്. ഇന്നിപ്പോൾ എന്തായാലും ആ ശ്രീലകത്ത് നിൽക്കണതേ ആ പൊന്നുണ്ണിക്കണ്ണൻ ആ ഓടക്കുഴലൊക്കെ വിളിച്ചിട്ടിങ്ങനെ നിൽക്കണ രൂപമാണ് കേട്ടോ. ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായത്, ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്, പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായത് ദേവോദിക്കനാണ്. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ലൊരു പൊന്നുണ്ണിക്കണ്ണന്. എന്താ രസം എന്നറിയോ, അവിടെ ഇങ്ങനെ ആള് നല്ല ഒരു ഇതായിട്ട് വേണുഗാനം പൊഴിക്കുകയാണ്. കാലൊക്കെ പിണച്ച് വെച്ച് വേണുഗോപാലനാണ്, പക്ഷെ വളരെ ചെറിയൊരു ഉണ്ണിയാണ്. ഒരു 1-2 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൂ പ്രായം തോന്നുന്നു. നല്ല മിടുമിടുക്കനായിട്ടുള്ളൊരു ഉണ്ണിക്കണ്ണനാണ്. കാഴ്ചയ്ക്ക് നല്ല കുമ്പൊക്കെ ഇങ്ങനെ ആയിട്ടേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടാലങ്ങോട്ട് വാരിയെടുക്കാൻ തോന്നുന്ന തരത്തിലാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ നിൽക്കണത്. അപ്പോൾ ഒന്നാമത് അധികം അങ്ങനെ എന്താ പറയുക, വയസ്സൊന്നും അധികം ഇല്ലാത്ത കാരണേ ചെറിയ ഉണ്ണികളല്ലേ, അപ്പോൾ അത് നല്ല രസമാണ് കാഴ്ച. അപ്പോൾ ഇന്നത്തെ ആ ഒരു കളഭാലങ്കാരം നന്നായി ചാർത്തിയിട്ടുണ്ട്. വേണു ഊതുന്ന ആ പൊന്നോടക്കുഴലിങ്ങനെ ആ ചുണ്ടാണ് പിന്നെ മുരളിയാണോ ഏറ്റവും ഭംഗിയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും രസമാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ ആ മധുരമൂറുന്ന ആ ചുണ്ടും ആ മുരളിയിൽ നിന്ന് വരുന്ന വേണുഗാനത്തിൻ്റെ മാധുര്യം, അപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ. പൊന്നോടക്കുഴലും കൂടി ആകുമ്പോൾ അതിൻ്റെ തിളക്കമായി. അപ്പോൾ എന്തായാലും കാലൊക്കെ ഇങ്ങനെ പിണച്ച് വെച്ചിട്ട് ആ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ന് ശ്രീലകത്ത്. നല്ല കാൽത്തളകൾ ഇട്ടിട്ടുണ്ട്, കൈവളകളുണ്ട്, വളരെ രസമായിട്ടിങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല 2 മാല ഉണ്ട്. ഒരു മാല താമരമൊട്ടും വെള്ള പൂവും കൂടി ഉള്ളതാണ്, ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഒന്നും കൂടി താഴത്തേക്കുണ്ട്. പിന്നെ കസവ് കോണൊക്കെ ഞെറിഞ്ഞെടുത്ത് പട്ടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ആള് നല്ല കാഴ്ചയ്ക്ക് നല്ല രസമാണ്. ഇന്നിപ്പോൾ നല്ല സന്തോഷമാണ്. കാരണം നമുക്ക് ആരെ കണ്ടാലും അങ്ങോട്ട് ആ കണ്ണനെ ആര് ചെന്ന് കണ്ടാലും ആ കണ്ണനെ ഒന്നും ഇങ്ങോട്ട് വാരിയെടുക്കാൻ തോന്നുന്ന തരത്തിലാണ് ഇന്നത്തെ ആ ശ്രീലകത്തെ ഉണ്ണിക്കണ്ണൻ്റെ നിൽപ്പ്. വളരെ രസകരമായിട്ടുണ്ട്, വളരെ സന്തോഷമായിട്ടാണ് ആ നിൽക്കുന്നത്. ആ ഉണ്ണിക്കണ്ണനെ അങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ രസം. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് ആ ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ആളെ. അപ്പോൾ അത് നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്നവരൊക്കെ ഇപ്പോൾ നമ്മൾ ഗുരുവായൂർക്ക് എത്തുകയാണ് കേട്ടോ. ഒന്ന് ഒപ്പം നിന്നോളുന്ന ഗുരുവായൂരപ്പനെ ദർശിക്കാം. അപ്പോൾ നമ്മൾ ഗുരുവായൂർക്ക് എത്തുകയാണ്. തിരക്കിനിടയിലൂടെയൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. തിരക്കിനിടയിലൂടെയൊക്കെ നമ്മൾ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോന്ന് നമ്മൾ ആ വാതിൽപ്പടി കൂടെ അങ്ങോട്ട് കയറി. എന്താ തിരക്കില്ലേ ആ വാതിൽപ്പടിയിൽ, ഇങ്ങനെ നല്ല തിരക്കാണ്. എന്നാലും അത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ ഒന്നിങ്ങനെ ഒഴിയാവുന്നതേ ഉള്ളൂ. ഞാനാദ്യം കയറട്ടെ എന്ന് പറയുകൊണ്ടാണ് ഈ ഇത്രയും തിരക്കുണ്ടാവുന്നത്. അവിടെ വരുമ്പോൾ ഒന്നിങ്ങനെ പതുക്കെ ആയിട്ട് ഒരാൾക്കൊന്ന് ഒഴിഞ്ഞു കൊടുത്താൽ അങ്ങോട്ട് കയറി പോകാവുന്ന തരത്തിലാണല്ലോ. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് ഞാനാദ്യം എത്തട്ടെ എന്നുള്ള ഒരൊറ്റ ചിന്തയാണല്ലോ നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ എന്നാലും ആ തിരക്കിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മളിങ്ങനെ അതിവിടെ നിന്ന് കടന്നിട്ട് നേരെ ആ മണിമണ്ഡപത്തിൻ്റെ അവിടെ എത്തണം. ആ മണ്ഡപത്തിൻ്റെ എത്തുമ്പോൾ അതിൻ്റെ അവിടെ നിന്ന് തന്നെ ചെറുതായിട്ടൊക്കെ നമ്മളിങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളെക്കാട്ടിലും ഉയരമുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ അവിടെ. ആ ഉയരമുള്ള ആളുകളൊക്കെ ഒന്ന് മാറിയിട്ട് വേണ്ടേ നമ്മൾ എത്തിയും പാളി നോക്കിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ അവിടെ അപ്പോൾ മുന്നിലെത്തിയപ്പോൾ ഒരു നോക്ക് കണ്ടു. സന്തോഷമായി. ആ പൊന്നുണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് സോപാനപ്പടിയിലും കൂടി എത്തിയാൽ നമ്മളവിടെ കുറച്ച് നേരം കാണാമല്ലോ എന്നുള്ള അതിൽ നമ്മൾ സോപാനപ്പടിയിട്ട് അവിടേക്ക് എത്തുക കേട്ടോ. അപ്പോൾ എത്തുകയാണ്. ആ സോപാനപ്പടിയിലെത്തിയിട്ട് ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മളെ സ്വീകരിച്ച് നിൽക്കുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ വേണുഗാനം ഊതിക്കൊണ്ട്. വളരെ കേമായിട്ട് നല്ല പുഞ്ചിരിക്കുന്ന ചുണ്ടിലാണ് ആ മുരളിക അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ മുരളി അങ്ങനെ ഊതിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു ചെറിയ മൃദുമന്ദഹാസം തന്നെ പറയാം, അങ്ങനത്തെ ആ രൂപത്തിലാണെന്ന് എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ദർശിക്കുകയാണ്. ആ പൊന്നും ഗോപിയൊക്കെ ഉണ്ട്.
പീലി തിരുമുടിയൊക്കെ ഉണ്ട്, പീലിയൊക്കെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് ആ രൂപം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും ആ രൂപം ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലങ്ങോട്ട് വിചാരിച്ചിട്ട് സ്മരിച്ചുകൊണ്ട് അവിടെ എത്തുക. അവിടെ എത്തി നിന്നിട്ട് നമ്മളിപ്പോൾ മുന്നിലാണ് നിൽക്കുന്നത്, തൊഴുകയാണ് ഭഗവാനോട്, നമ്മളെല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ. അതാണ് സങ്കല്പിക്കുക. അപ്പോൾ നമ്മളവിടെ എത്തിയ പ്രതീതിയാവും. എല്ലാവരുടെയും മനസ്സെത്തിയാൽ മതിയെന്ന്, ശരീരം എത്തിയില്ലെങ്കിലും മനസ്സെത്തിയാൽ മതി. മനസ്സുകൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പ സന്നിധിയിൽ എത്തിയാൽ അതിൽ പരം പുണ്യം വേറൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ആ എല്ലാ അനുഗ്രഹവും നമുക്കും തരാൻ പറയുക. എല്ലാതും അറിഞ്ഞു ചെയ്യണ ആളാണ്, പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.